നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് പൺ സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് ദിനു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഹരിവെട്ടിയാറാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി വർക്കുകൾ നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ടെങ്കിലും പല ആൾക്കാരും നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഹരിവെട്ടിയാറിൻ്റെ വ്യത്യസ്തമായ വീഡിയോ ഇല്ലേ, പുള്ളിയുടെ വർക്കൗട്ട് കാണിക്കുമെന്നൊക്കെ പലരും പല സമയത്തും നമുക്ക് മെസ്സേജ് അയക്കുക, മെയിൽ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് തുടർച്ചയായിട്ട് നമ്മളുടെ സമയങ്ങളിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് നമ്മളിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ നമുക്ക് ഒന്ന് സംസാരിക്കാം, അദ്ദേഹമായിട്ട് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നത്? നമ്മളിപ്പം ഇന്നലെ വന്ന വർക്ക് എടുത്തപ്പോഴേ നമ്മൾ വേറെ വർക്കിന്റെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. അതൊരു തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു ഓർഡറാണ്. ആ ഓർഡർ അവർ തന്നേക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെട്ടുകത്തിയാണ്. അപ്പോൾ അവിടെ തടി ഇറക്കാനും കമ്പൊക്കെ കോതി കളയാനും കാടുകളിലേക്ക് ആവശ്യത്തിനുള്ള തോട്ടം മേഖലയിലേക്ക് ആവശ്യമുള്ള വലിയ ടൈപ്പ് ഒരു കൊളുത്തുവെട്ടുകുത്തി. അത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ടൈപ്പ് ഇല്ല. നമ്മുടെ ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ലയിൽ ഈ ഒരു ടൈപ്പ് അങ്ങനെ സാധാരണ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് വളവാണ്. അതെ, ഞാനും കണ്ടിട്ടില്ല. നമ്മുടെ ഈ ഭാഗങ്ങളിലൊന്നും ഇത്തരം വെട്ടുകൾ അവർ തന്ന സ്കെച്ചാണ്. അവർ തന്ന സ്കെച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ നമ്മളിവിടെ കണ്ടിട്ടില്ല. നമ്മുടെ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവന്നപ്പോഴേ നമ്മൾ പിടി ലെവലും വാലെവലും സ്കെയിലായിരിക്കും. നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ ഈ ഒരു അളവ് കറക്റ്റ് ചെയ്തിട്ടാണ്. പിന്നെ വളവും വാത്തലയും അടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ നോട്ടം ലെവല് ഇതെല്ലാം നമ്മൾ പുളവും തിരിവും കറക്റ്റ് മാറ്റിയിട്ടേക്കുന്ന ഒരു കത്തിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ഹരിവെട്ടിയാറിൻ്റെ വർക്ക്. തമിഴ്നാട് മോഡൽ കത്തിയാണ്. അദ്ദേഹം ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. തോട്ടം മേഖലയിൽ ഉപയോഗിക്കുന്ന കത്തികളാണ് ഇതെല്ലാം. ഇത് നല്ല മൂർച്ചയുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല നീളമൊക്കെ, അത്യാവശ്യം ഒരു മരം മുറിക്കാനൊക്കെ ഉള്ള നീളമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് നിരവധി വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള ഇദ്ദേഹം ഒരു വ്യത്യസ്തമായ ഇപ്പോൾ പള്ളിവാൾ നിർമ്മാണമൊക്കെ ചെയ്യുന്നുണ്ട്. പള്ളിവാൾ, അപ്പം അതിൻ്റെ നിരവധി വർക്ക്. ഇപ്പോൾ അടുത്ത ഒരു പള്ളിവാൾ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത പെരുമ്പാവൂരേക്ക് അല്ലേ? അപ്പോൾ അത് നമ്മൾ വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, പെരുമ്പാവൂരേക്ക് ഒരു പള്ളിവാൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് സാധാ ഒരു കത്തിയല്ല. ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ പിടി മാടുവശത്തെ കനം 4 ഇഞ്ചാണ്. വണ്ടിയുടെ പ്ലേറ്റ് തന്നെയാണ്. അപ്പോൾ ആ പ്ലേറ്റ് വരുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ഇപ്പോൾ ഇത് 21 ഇഞ്ച് നീളമാണ്. 21 ഇഞ്ച് നീളമാണ്. എങ്കിൽ തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. കാരണം തടി ഉൾപ്പെടെ കട്ട് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മളിപ്പോൾ ഈ മാട് മുതൽ ഇങ്ങോട്ട് ഈ കനം കൊടുത്തിട്ടേക്കുന്നത്. പ്ലേറ്റ് ആയതുകൊണ്ട് സാധാ കത്തിയല്ല ഇത്. തടി കണ്ടിക്കാൻ ആ പർപ്പസിനോടെ ആ ഒരു ലെവലിലേക്ക് 4 ഇഞ്ച് കനമുള്ള പ്ലേറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് വശം നമ്മൾ 3.5 ഇഞ്ച് വീതിയാണ്. താഴേക്ക് വരുമ്പോൾ കുരുക്കം. ഓ ശരി. അപ്പോൾ ആ വെയിറ്റ് ബാലൻസ് ഫ്രണ്ടിലും കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ഇതിന്റെ ആ പണി ചെയ്തിരിക്കുന്നത്. അത്രയും ശ്രദ്ധയോടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മരത്തിൽ കയറുന്ന ഈ കൊളുത്ത് ഹൈറ്റുള്ള മരങ്ങളിലേക്ക് കയറുമ്പോൾ ബാക്കി കൊളുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള കൊളുത്തുണ്ട്. പിത്തള നമ്മൾ പിത്തളയുടെ വാഷറാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ആണി കൂട്ടി അടിക്കാൻ ഇരുമ്പല്ല, പിന്നെ ചെമ്പാണിയാണ്. അപ്പൊ ഒരിക്കലും ആ ഒരു ചെമ്പാണി തുരുമ്പിച്ചു പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇരുമ്പാണിയാണെങ്കിൽ തുരുമ്പിച്ചു പോകും. ഇതിങ്ങനെ എക്കാലവും നിൽക്കും. ഗംഭീരമായ ഒരു വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അത് നമുക്ക് കണ്ടിട്ട് വരാം. എന്താ? ഓക്കെ. കട്ട് ചെയ്തിട്ട് ഒലയിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി കട്ടൂടെ കഴിഞ്ഞ
നമസ്കാരം, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയറിഞ്ഞ നന്ദി. നമ്മൾ ഇന്ന് കണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു കണ്ടന്റുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തണം. നമുക്ക് എന്നാലേ പുതിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് മാത്രമേ മുന്നോട്ട് നമ്മുടെ വീഡിയോകൾ നീങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു കണ്ടന്റുമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഹൃദയ നന്ദി, നമസ്കാരം.